അങ്ങനെ അഖണ്ഡ 2 എന്ന് പറയുന്ന സിനിമയുണ്ട്. ഞാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കാരണം പുള്ളിയുടെ പടം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ട്രോളുകളിലും പിന്നെ 1, 2, 3 സിനിമകളൊക്കെയാണ് ഞാൻ ഈ പുള്ളിയുടെ പടം കണ്ടിട്ടുള്ളത്. അങ്ങനെ അത് ടിക്കറ്റ് എടുത്ത് കണ്ടാണ്. എനിക്കറിയാം ഈ ഒരു സിനിമ പൊട്ടപ്പടം തന്നെ ആയിരിക്കും. എല്ലാ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത്. പടം വൈസ് ഒരു പൊട്ടപ്പടമാണ്. ബട്ട് ഒരുപാട് ചിരിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് ചിരിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരു ബാലയ്യ പടം കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്തോ, വർത്താണ്. കാരണം നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് പോയിരുന്ന് ചിരിച്ച് അർമാദിക്കാൻ പറ്റിയൊരു പടമാണ് ബാലയ്യയുടെ ഈ അഖണ്ഡ 2 എന്ന് പറയുന്ന സിനിമ. മലയാളം വെർഷനാണ് ഞാൻ കണ്ടത്. കൂറ ഡബ്ബിങ്ങാണ്, എടുത്തു പറയണം, കൂറ ഡബ്ബിങ്. പിന്നെ മലയാളമാണ് ഇവിടെ എൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. തെലുങ്കും തമിഴൊന്നും ഒന്നോ രണ്ടോ ഷോയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോയിലാണ് ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടത് മലയാളം. ഞാൻ തെലുങ്കിലാണ് കുറച്ചും കൂടെ ബെറ്റർ. മലയാളം കൂറ ഡബ്ബിങ്ങാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു ഫൈറ്റ് സീനൊക്കെ ആണെങ്കിൽ മറ്റേ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മേ, അയ്യോ ഞാൻ സത്യം പറഞ്ഞു, ഞാൻ എൻജോയ് ചെയ്തു. നമ്മൾ ചില സീനുകളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ കൈയടിച്ച് വിസിൽ, അതൊക്കെ ഞാൻ തിയേറ്ററിൽ എൻജോയ് ചെയ്തു. പക്ഷെ പടമൊന്നുമില്ല, ഒന്നുമില്ലാത്ത ഒരു എന്തോ പുള്ളിയുടെ ഒരു 1 മാൻ ഷോ, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഷോ കാണണമെങ്കിൽ പോയി കാണുക. പിന്നെ മറ്റേ ഡാൻസൊക്കെ ഉണ്ട്, മറ്റേ ഷർട്ടൊക്കെ ഊരിയിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിരുന്നു. നൈസെന്നല്ല, ഈ ചിരി വന്നു അത്. പക്ഷെ കൊള്ളാം, രസമുണ്ട് കണ്ടിരിക്കാൻ. ചില സാധനങ്ങളൊക്കെ ഒരു കോമഡി. പക്ഷേ പുള്ളിക്ക് പിന്നെ ഒരു ഏജായി, വയ്യ, പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ വയ്യ, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. പിന്നെ ഈ മ്യൂസിക്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടയ്ക്ക് കയറി വരുമ്പോൾ നമുക്കൊന്ന് ഡയലോഗ് കേൾക്കാൻ പറ്റുള്ളൂ. അത്രയും ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓവറായി പോയ പോലെ എനിക്ക് ഓവറായിട്ട് ഫീൽ ചെയ്തു. അത് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോൾ, ഫസ്റ്റ് ഹാഫിൽ ചെറിയിടത്തും സെക്കൻഡ് ഹാഫിൽ ഇടത്തൊക്കെ പോകുമ്പോൾ ഓവറായിട്ട് ഫീൽ ചെയ്തു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് കുറച്ച് ഇതായിട്ട് തോന്നി. 3 മണിക്കൂറുണ്ട് സിനിമ, 1.5 മണിക്കൂറാകുമ്പോഴാണ് ഇൻ്റർവെൽ ആവണത്. ഈ ഒരു സിനിമ നിങ്ങൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാതെ പോയി കാണുക. നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം ആ സിനിമ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിരിക്കാനുള്ളതുണ്ട്, നമുക്ക് കൈ അടിക്കാനുള്ളത്. ആ വ്യക്തി കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എൻജോയ്. എക്സ്പീരിയൻസ് വൈസ് ഞാൻ നല്ല രീതിക്ക് പടം നല്ല ചിരിച്ച് ഞാൻ എൻജോയ് ചെയ്തു ഈ ഒരു സിനിമ. ഓക്കെ, പടം കൊള്ളൂല, പടം ഒന്നുമില്ല. ഇത് ഞാൻ ഒരു പടമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനെ കാണാനാണ് പോയത്. എനിക്ക് പടം ഒന്നുമില്ല. പക്ഷേ അയാളുടെ കുറേ മറ്റേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എൻജോയ് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയി ടിക്കറ്റ് എടുത്തത്. ഓക്കെ, അതെനിക്ക് കിട്ടി, സന്തോഷം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഉണ്ട്, ഡാക്കു മഹാരാജോ, അങ്ങനെ ഒരു സിനിമ. അത് നൈസ് പടമായിരുന്നു കേട്ടോ. അതൊക്കെ അദ്ദേഹം ആവശ്യത്തിനൊക്കെ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അതും ഇഷ്ടപ്പെട്ട്, ചില ആൾക്കാർക്ക് അതും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ എനിക്ക് ആ പടം പേഴ്സണലായിട്ട് എനിക്ക് ഈ പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം അതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ട ഫേവററ്റ് പടം തന്നെയാണ് ഡാക്കു മഹാരാജ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻസിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.